ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമാണല്ലോ അല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തേത് ഒരു റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ തന്തൂരി റൊട്ടിയും അതുപോലെ തന്നെ ബട്ടർ ചിക്കനും ഉണ്ടാക്കാം. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുമേ. നമ്മൾ വിചാരിക്കും തന്തൂരി അടുപ്പൊന്നും ഇല്ലാതെ തന്തൂരി റൊട്ടി ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ലാന്ന്. പക്ഷേ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് തന്തൂരി റൊട്ടിയൊക്കെ വീട്ടിൽ തന്നെ നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നേ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഏകദേശം 1 കിലോ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ നിങ്ങൾ മൈദ കുറയ്ക്കുന്നതിനനുസരിച്ച് ബേക്കിംഗ് സോഡയിലൊക്കെ അളവൊന്ന് കുറച്ച് കൊടുത്താൽ മതിയാവും. ഞാൻ ചെറിയൊരു പരിപാടി ഉള്ളതുകൊണ്ട് തന്നെ 1 കിലോ മൈദ വെച്ചിട്ടായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഇതാ ഒരു കപ്പിലേക്ക് ഏകദേശം 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതേ കപ്പിൽ തന്നെ 1/4 കപ്പ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതേപോലെ നമ്മൾ നേരത്തെ പാലളന്ന അതേ കപ്പിൽ 1/2 കപ്പ് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്ക് കുറേശ്ശെ പൊടിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണേ. നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴക്കൂല, അതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. മാവ് ഒരുപാട് ലൂസായി പോകരുതേ. ഒരുപാട് വെള്ളം ചേർത്ത് കുഴക്കാതെ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് സോഫ്റ്റാക്കി എടുക്കുക കേട്ടോ. അതാ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പാത്രത്തിലിട്ട് കുഴക്കുന്നതിനേക്കാളും നന്നാവുക കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണേ. അപ്പോഴാണ് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടുക. പൊടി എത്രത്തോളം സോഫ്റ്റ് ആവുന്നോ അത്രത്തോളം കേട്ടോ നമ്മുടെ തന്തൂരി റൊട്ടി പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് ഇതിനിപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു നനഞ്ഞ ടർക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതവിടെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. ഞാൻ ഏകദേശം ഒരു 1.5 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് നമുക്ക് ബട്ടർ ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഏകദേശം 100 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1 കിലോ ചിക്കൻ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അതിലേക്ക് ഒരു 3-4 ഗ്രാമ്പൂ, അതേപോലെ ഏലക്കായ, ചെറിയൊരു കഷ്ണം പട്ട, ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ബേ ലീവ്സും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. അതേപോലെ ആ ലൈക്ക് ബട്ടനും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. പിന്നെ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണേ. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണേ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ചിക്കനാണ്. ഈ സമയം തന്നെ ചിക്കൻ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ചിക്കനിൽ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ തന്നെ ഗരം മസാലപ്പൊടിയും ചേർത്തിട്ട് ഒരു വിസിലടുപ്പിച്ചെടുത്തതാണ് കുക്കറിൽ. അത്രയും മതി കേട്ടോ. ഒരു വിസിലടിച്ചതിന് ശേഷം ആ പ്രഷർ ഒഴിവാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിതാ ഇനി ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആ വെള്ളം ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കരുത്, അത് മാറ്റി വെക്കണേ, അത് നമുക്ക് ആവശ്യമുണ്ട്. എന്നിട്ട് ഇനിയിപ്പം ചിക്കൻ തീ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. ഈ ഒരു ബട്ടറിലൊക്കെ കിടന്നിട്ട് വേണം ഫ്രൈ ആവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇടക്കിടക്ക് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബട്ടർ ചിക്കനാണ് കേട്ടോ. എനിക്കൊക്കെ ഞാൻ വേറെ 2-3 രീതിയിൽ ഉണ്ടാക്കിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് ഇതാണ്. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റിൽ കിട്ടും. എന്നിട്ട് നമ്മുടെ ചിക്കൻ ഒരുവിധം ഫ്രൈ ആയി വന്നതിന് ശേഷം ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് മസാലകളാണ്. മസാല എന്ന് പറഞ്ഞാൽ ഏകദേശം 2 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയെടുത്തതായിരുന്നു. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണേ. ഇനി കുറച്ച് സമയം അങ്ങനെ നിൽക്കട്ടെ. ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം മസാലയുടെ. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു ബട്ടർ ചിക്കനാണ് കേട്ടോ. നല്ല ക്രീമി ആയിട്ടുള്ള നല്ലൊരു ബട്ടർ ചിക്കനാണ്. പെട്ടെന്നൊക്കെ ഒരു വിരുന്നുകാർ വരികയാണെങ്കിൽ നമുക്ക് ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ബട്ടർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ബട്ടർ ചിക്കനാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സവാളൊക്കെ ബിരിയാണിയിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കൂലേ ഓയിലിൽ. ഞാനിത് ഏകദേശം 1 കിലോ ചിക്കനിലേക്ക് ഒരു 3-4 സവാള എടുത്തിട്ടുണ്ടായിരുന്നു. ആ സവാള നന്നായിട്ട് ഓയിലിൽ നമ്മൾ ബിരിയാണിയിലേക്കൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കൂലേ അതുപോലെ ഫ്രൈ ചെയ്ത സവാള ഇതാ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്താണ് കേട്ടോ. ഇനി അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ സവാള പച്ചയിൽ ചേർക്കല്ല ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടാണ്. ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് ഇനിയിപ്പോൾ ഞാൻ വലിയ 2 തക്കാളിയായിരുന്നു, അതും ഇതുപോലെ അരച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് സമയം ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണേ. ഈ തക്കാളിയുടെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറിക്കിട്ടണം. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കിയിട്ട് ഇനി നമുക്ക് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റോളം അത്രയും മതിയാവും.
എന്നിട്ട് ഇനിയിപ്പോൾ ഇതാ തുറന്ന് നോക്കിയപ്പോൾ നല്ല പാകത്തിൽ കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. പിന്നെ ഞാൻ ഏകദേശം ഒരു 20-25ഓളം കാഷ്യൂ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് കുതിർത്തതിന് ശേഷം ഇതാ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ സമയം ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കണേ. എന്താ പറയുക, ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ എൻ്റെ കയ്യിൽ ഫ്രഷ് ക്രീം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കസൂരി മേത്തിയാണ്. അതെന്തായാലും ചേർത്ത് കൊടുക്കുക. അതാണ് കേട്ടോ ഈ ബട്ടർ ചിക്കൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടുക. അപ്പം അതെന്തായാലും ഈ ബട്ടർ ചിക്കനിൽ ചേർത്ത് കൊടുക്കണേ. ഇനിയിപ്പോൾ ഫ്രഷ് ക്രീം ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിനൊന്നും കുറവുണ്ടാവില്ല. എന്തായാലും കാഷ്യൂ നട്ട്സ് അരച്ച് ചേർത്താൽ മതിയാവും. ഇനിയിപ്പോൾ നമ്മുടെ കസൂരി മേത്തിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കുക. ഇനി അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് സമയം ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ മതിയാവും. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതാ നമ്മുടെ തന്തൂരി റൊട്ടി ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. ഞാൻ ഇതാ ഇതുപോലെയാണ് ചുട്ടെടുക്കുന്നത്. തന്തൂരി റൊട്ടി ചുട്ടെടുക്കാൻ ഒരിക്കലും നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഉപയോഗിക്കരുത്. പാനിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന രീതിയിലുള്ള പാനാണ് കേട്ടോ എടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതാ ഇതുപോലത്തെ ഒരു മൺചട്ടി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഒരു വശത്ത് നന്നായിട്ട് വെള്ളമാക്കിയിട്ട് വേണം ആ വെള്ളമാക്കിയ ഭാഗം ചട്ടിയിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ചെറുതായിട്ട് കുമിളകൾ വരുമ്പോൾ ഇതാ തിരിച്ച് തീയിലേക്ക് ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. അപ്പോൾ നല്ലതാ ഇതുപോലെ ഒരു കളർ വ്യത്യാസം വരും. എന്നിട്ട് നമുക്ക് ഇതാ ചട്ടിയിൽ നിന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ പുറം ഭാഗം നമുക്ക് പെർഫെക്റ്റായിട്ട് തന്തൂരി റൊട്ടിയുടെ അതുപോലെ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒട്ടുന്ന പാത്രം എടുക്കണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ തന്തൂരി റൊട്ടി പരത്തിയ സമയത്ത് കുറച്ച് ചപ്പും അതുപോലെ തന്നെ കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. അതിൽ ടേസ്റ്റിൽ വലിയ പ്രാധാന്യമൊന്നുമില്ല. പക്ഷെ നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു വിരുന്നുകാർക്കാണ് പെട്ടെന്ന് ഉണ്ടാക്കിയത്. അത് പിന്നെ ഒരു എന്താ പറയുക, എല്ലാം കൂടെ ഒരു ധൃതി ആയതുകൊണ്ട് തന്നെ പിന്നെ തന്തൂരി റൊട്ടി ചുട്ടെടുത്തതും അതുപോലെ തന്നെ ബട്ടർ ചിക്കൻ്റെ ഒന്നും ഫൈനൽ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ആ ഒരു തിരക്ക് കാരണം. അപ്പോൾ എൻ്റെ നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ് കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.